എന്താണ് കൊളാജൻ? എന്തിനാണ് നമ്മൾ കൊളാജൻ സപ്ലിമെൻ്റ് എടുക്കണം എന്ന് പറയുന്നത്? നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക് മുക്കം. പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ടാകും, കൊളാജൻ സപ്ലിമെൻ്റ് എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ ജോയിൻസിന് വേണ്ടിയിട്ട്, എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ടൊക്കെ സപ്ലിമെൻ്റ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ എന്തിനാണ് നമ്മളിത് എടുക്കുന്നതെന്നും എപ്പോഴാണ് എടുക്കേണ്ടത്, ഏതൊക്കെ കൊളാജനാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ്. ഇത് ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണെന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കൊരു ബിൽഡിംഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടത് എന്താണോ അതേപോലെ തന്നെയാണ് കൊളാജൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജോയിൻസ് അല്ലെങ്കിൽ കാർട്ടിലേജുകൾ, തരുനാസ്ഥികളിലൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കിന്നിലാവട്ടെ, നമ്മുടെ മുടിക്കാവട്ടെ, നഖത്തിനാവട്ടെ, നമ്മുടെ ബോണിനൊക്കെ ആണെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൊളാജൻ. നമ്മൾ എപ്പോഴാണ് ഈ കൊളാജൻ എടുക്കേണ്ടതെന്ന് നോക്കാം. കൊളാജൻ സപ്ലിമെൻറ്റുകൾ പലപ്പോഴും നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാതെ പല ആളുകളും എടുക്കാറുണ്ട്. എപ്പോഴും നമ്മളൊരു ഡോക്ടറിൻ്റെ അണ്ടറിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം അതിൽ ടൈപ്പുകൾ പലതരത്തിലുള്ളതുണ്ട്. അപ്പോൾ അതിലേതാണ് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 25 വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിലെ കൊളാജൻ ഓരോ ശതമാനം കുറഞ്ഞിട്ട് വരും. അപ്പോൾ അത് കുറയുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ ജോയിൻസിൻ്റെ മൊബിലിറ്റി കുറയും, സ്റ്റിഫ്നെസ് കൂടി വരാനുള്ള ചാൻസ് ഉണ്ടാകും, ജോയിനിൽ വേദന ഉണ്ടാകും, എല്ലിൽ ബലക്കുറവ് ഉണ്ടാകും, ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും, ജോയിൻറ്റ് കംപ്ലയിൻസ് ഉണ്ടാകും. സ്ത്രീകളിലാവട്ടെ പെട്ടെന്ന് എല്ല് പൊട്ടിപ്പോകുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് വീഴുന്ന സമയത്ത് എല്ല് പൊട്ടാനുള്ള ചാൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ സ്കിന്നിലാണെങ്കിൽ പെട്ടെന്ന് ചുളിവുകൾ വരാൻ, പെട്ടെന്ന് ഏജിങ്, പെട്ടെന്ന് പ്രായമാവുന്നത് പോലെ ഉണ്ടാകും, സ്കിന്നിൻ്റെ ഹെൽത്ത് കുറയുന്ന പോലെ ഉണ്ടാകും. അതുപോലെ മുടി പെട്ടെന്ന് കൊഴിയുന്ന അവസ്ഥ ഉണ്ടാവും. അതുപോലെ നമ്മുടെ നഖത്തിന് ഒരുപാട് ഹെൽത്ത് കുറയുന്ന പോലെയൊക്കെ ഉണ്ടാകും. അതുപോലെ ബോണിൻ്റെ സ്ട്രെങ്ത്തും ഡെൻസിറ്റി എല്ലാം കുറഞ്ഞിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യാൻ നമ്മൾ കൊളാജൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊളാജൻ പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടാറില്ല. അത് കിട്ടാതാവുന്ന സമയത്താണ് നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഇനി കൊളാജൻ ഏത് ടൈപ്പൊക്കെയാണ് ഉള്ളത്, ഏതൊക്കെ ടൈപ്പാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് നോക്കാം. കൊളാജൻ നമ്മുടെ ശരീരത്തിൽ 28ഓളം ടൈപ്പ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടൈപ്പുകൾ പറയാം. അതാണ് നമ്മൾ സാധാരണ സപ്ലിമെൻ്റ് എടുക്കുന്നത്. സ്കിന്നിന് വേണ്ട ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് 1 കൊളാജൻ ആണ്. അതായത് നമ്മുടെ സ്കിന്നിനും അതുപോലെ മുടിക്കാവട്ടെ, അതുപോലെ നെയിൽസിനൊക്കെ ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതും അതിൻ്റെ ഹെൽത്തിനെ സംരക്ഷിക്കാൻ വേണ്ടതായിട്ടുള്ള കൊളാജനാണ് ടൈപ്പ് 1 കൊളാജൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കൊളാജൻ എന്ന് പറയുന്നത് ടൈപ്പ് 2 കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ ജോയിൻസിനും അതുപോലെ നമ്മുടെ ബോണിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ടൈപ്പ് 2 കൊളാജൻ കുറയുന്ന സമയത്താണ് നമ്മുടെ ജോയിൻറ്റ് മൊബിലിറ്റി കുറയുന്നത്, സ്റ്റിഫ്നെസ് കൂടുന്നതൊക്കെ, നമുക്ക് വേദന കൂടുന്നതൊക്കെ. അപ്പോൾ ഈ 2 ടൈപ്പാണ് നമുക്ക് കൊളാജൻ മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് ഇനി ഈ ഒരു ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് കൊളാജൻ സപ്ലിമെൻ്റ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിട്ടുള്ളത്. അതേപോലെ നിങ്ങൾ പലപ്പോഴും കേൾക്കാതെ പോയൊരു കാര്യമായിരിക്കും നമ്മുടെ ഗട്ട് ലൈനിങ്, നമ്മുടെ വയറിൻ്റെയൊക്കെ ലൈനിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കൊളാജൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മസിൽ റിക്കവറി, നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മസിൽ റിക്കവറിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ മസിൽ റിക്കവറിക്കും മസിൽ ഗ്രോത്തിന് വേണ്ടിയിട്ടും മസിലിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും പലപ്പോഴും കൊളാജൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കൊളാജൻ്റെ ആവശ്യം, നമ്മുടെ ബോഡി വൈറ്റമിൻ ഡി ഒക്കെ പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കൊളാജനും. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ നിങ്ങൾക്ക് ശരീരത്തിന് വേണ്ടത് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കൊളാജൻ എടുക്കാവുന്നതാണ്. ഇതേപോലെ പലതരത്തിലുള്ള കൊളാജൻ ഉണ്ട്. എവിടെ നിന്നാണോ അതിൻ്റെ സോഴ്സ് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ പേരുകൾ പറയുന്നത്. അത് മറൈൻ സോഴ്സസ് ഉണ്ടാവും, മറൈൻ കൊളാജൻ, അത് ഫിഷുകൾ എന്നൊക്കെയാണ്. അത് കൂടുതലും സ്കിന്നിന് ആവശ്യമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബൊവൈൻ ആയിട്ടുള്ള കൊളാജൻ എന്ന് പറയും, അത് കൗസ് എന്നൊക്കെയുള്ള പശുക്കളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അത് കൂടുതലും ജോയിൻസിന് ആവശ്യമായിട്ടുള്ളതുണ്ടാവും. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊളാജൻ സപ്ലിമെൻറ്റുകൾ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും ബ്ലഡ് തിന്നിങ് ആയിട്ടുള്ള ടാബ്ലറ്റുകൾ എടുക്കുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള മരുന്നുകൾ എടുക്കുന്നുണ്ടോ ഒക്കെയുള്ളത് നോക്കിയിട്ടാണ് ഇത് എടുക്കാൻ എപ്പോഴും നല്ലത്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുന്നതാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഈ കൊളാജൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ബെറ്റർ അബ്സോർപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റ്, നല്ല ഒരു ഡയറ്റ് മോഡിഫൈ ചെയ്യണം. നല്ല രീതിയിൽ പച്ചക്കറികൾ കഴിച്ചുകൊണ്ടിരുന്നത്, ഫൈബർ സോഴ്സുകൾ കിട്ടുന്നത്, പ്രോട്ടീൻ സോഴ്സ് കഴിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കൂടുതൽ മധുരപലഹാരങ്ങൾ കഴിക്കുന്നതും അതുപോലെ ഫ്രൈഡ് ഫുഡ് കഴിക്കുന്നതും കുറയ്ക്കുകയും വേണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതും ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പല കൊളാജനുകളും, ഇപ്പോൾ ഞാൻ സപ്ലിമെൻറ്റുകൾ സജസ്റ്റ് ചെയ്യുന്നത് വൈറ്റമിൻ സി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കൊളാജൻ എഴുതുക എന്നുള്ളതാണ്. അത് പലപ്പോഴും നമുക്ക് അബ്സോർപ്ഷൻ കൂട്ടിക്കൊണ്ടുവരാനും നമ്മുടെ സ്കിന്നിൻ്റെയും ബോണിൻ്റെ ഹെൽത്തിനെയൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾ കൊളാജൻ കഴിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്, ഓറഞ്ച് ആവാം, പേരയ്ക്കാവാം, നെല്ലിക്കയൊക്കെ പോലെയുള്ളത് കൂടുതൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊളാജനെ കുറിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ കൊളാജൻ എടുക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.